ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിത്ര വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും പെറ്റിൻ്റെ വീഡിയോ ആയിട്ടല്ലേ വന്നത്. ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെട്ടതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനതെന്താണെന്നൊന്ന് കാണിക്കാം. അതിന് മുമ്പായിട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്താണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കാണാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മക്കാനയാണ് കേട്ടോ. ഇതുപോലെ ഇരിക്കും മക്കാന. ഇത് നമ്മൾ കടകളിലൊക്കെ കിട്ടും. ഇച്ചിരി വില കൂടുതലാണ്, 300 രൂപയൊക്കെ ഉണ്ട് ഒരു പാക്കറ്റിന്. ഞാൻ 4-5 പാക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം എൻ്റെ മക്കൾക്കൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, മക്കാന എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കറി ഉണ്ടാക്കും. ഞാൻ ഇത് വെച്ച് വളരെ മാസങ്ങൾക്ക് മുമ്പായിട്ട് ഞാൻ ലഡ്ഡു ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, മക്കാന ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ച്. അപ്പോൾ ഇതുപോലെ നാട്ടിൽ കിട്ടുമായിരിക്കും. ഇപ്പോൾ നോർത്ത് ഇന്ത്യൻകാരൊക്കെ ഒരുപാടുണ്ടല്ലോ. അപ്പോൾ മക്കാന എന്ന് പറയുന്നത് ഇതിപ്പോൾ ഞാൻ 4-5 പാക്കറ്റ് മേടിച്ച് എൻ്റെ മോൻ മേടിച്ചുകൊണ്ട് വരും, അവർക്ക് ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ കട്ടൻ ചായയോ പാൽ ചായയോ എന്തിട്ട് ഒഴിച്ചെന്നാലും വയറിനൊന്നും കേടുവരില്ല. വയറൊക്കെ നല്ല ഡൈജഷനായിട്ട് വരുന്ന സാധനമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാം, ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം കേട്ടോ. കേട്ടോ, ഇതാണ് സാധനം. മക്കാന എന്ന് പറയുന്നത് താമരയുടെ വിത്താണ് കേട്ടോ. നമ്മുടെ ലോട്ടസ് ഇല്ലേ, അതിൻ്റെ വിത്താണ്. ഇത് ഒരുപാട് കഷ്ടപ്പാടുണ്ട് കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അത് വെള്ളത്തിൽ നിന്നോ താമരയുടെ വിത്തുകൾ പറിച്ച് ഉണക്കിയെടുത്ത് വറുത്ത് അവർ ഫാർമേഴ്സ് ചെയ്യുന്നത് ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് കേട്ടോ. അതാണ് ഇത്രയും വിലയും. അപ്പോൾ നമുക്ക് ഞാനൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. എന്തോ ചീനച്ചട്ടിയോ എന്ത് വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പം ഞാനിത് വെച്ചിട്ട് ഞാനിത് പൊട്ടിച്ചത് കൊണ്ട് കേട്ടോ. അപ്പോൾ പൊട്ടിച്ചത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി, പാക്കറ്റോട് കാണിക്കാൻ വേണ്ടിയാണ് ഞാനിത് എടുത്തത്. അപ്പോൾ ഇത് ആദ്യം പൊട്ടിച്ച് ഞാൻ കുറച്ച് ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വറുക്കട്ടെ. അപ്പോൾ ചട്ടി ചൂടായി. അപ്പോൾ ഞാനതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നു കേട്ടോ. കുറച്ചിട്ട് കൊടുക്കണേ. കണ്ടോ, ഇതാണ് സാധനം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഞാൻ പതുക്കെ ഇതൊന്ന് ചൂടാക്കുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് സാധനം. ഇത് കണ്ടല്ലോ, ഇതാണ് സാധനം. ഇത് കണ്ടോ. അപ്പം ഞാൻ ചട്ടിയിലിട്ട് ഇതൊന്ന് ചൂടാക്കി കൊടുക്കുന്നു കേട്ടോ. ചൂടാക്കിയിട്ട് ഇതൊരു അരഭാഗത്തിൽ കൂടുതൽ ചൂടാകണം കേട്ടോ. ചൂടായിട്ട് നമുക്കൊരു ടീസ്പൂൺ 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആദ്യമേ നെയ്യ് ഒഴിക്കരുത്. ഇത് ചൂടായതിന് ശേഷം, അതായത് ഒരു അരഭാഗത്തിൽ കൂടുതൽ ചൂടാകണം. ഇത് ശരിക്കും വറുത്ത് വരുമ്പോൾ നമ്മളിങ്ങനെ, ഞാൻ കാണിച്ചു തരാം, പൊടിയും കേട്ടോ. ഇതൊക്കെ ചായയുടെ കൂടെ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. ഇതിൻ്റെ കൂടെ ഞാൻ ബ്ലാക്ക് സോൾട്ട് ഇടാൻ പോകുന്നതാണ്. അതായത് നമ്മുടെ ഈ ഉപ്പ് കേട്ടോ. ഈ ഉപ്പ് ബ്ലാക്ക് സോൾട്ട്, ചുവന്ന കളറിലെ ഉപ്പാണ് കേട്ടോ. ബ്ലാക്ക് സോൾട്ട് ഇടാൻ പോകുന്നു. ഏതുപ്പ് വേണമെങ്കിലും ഇടാം കേട്ടോ. ഞാനത് ഇടുന്നതേ ഉള്ളൂ. ചിലവർക്ക് വേണമെങ്കിൽ മുളക് പൊടി ഇങ്ങനെ തൂകാം. ഞാനിപ്പോൾ ഒരു ചൂടാകട്ടെ. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞാൽ ഇതിന് സോഡിയം കൊളസ്ട്രോളൊന്നും ഇല്ല കേട്ടോ. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ മഗ്നീഷ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾക്ക് കഴിക്കാൻ, ഹാർട്ട് പേഷ്യൻസിനും ഒക്കെ കഴിക്കാൻ ഇത് കൊള്ളാം. ഷുഗർ ഉള്ളവർക്ക് ഇത് കഴിക്കാൻ, ഷുഗറൊക്കെ കുറയും. അതുകൂടാതെ പ്രഷറുള്ളവർക്ക് കഴിക്കാൻ, BP ഉള്ളവർക്ക് കഴിക്കാൻ നല്ലതാണ്. പിന്നെ പ്രസവം അതായത് ഗർഭിണികളായ സ്ത്രീകൾക്കും കഴിക്കാൻ നല്ലതാണ്. ഇത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ നല്ലതാണ് കേട്ടോ. ഡെയിലി നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലതാണ്. ഇതിൽ കൂടുതലും സോഡിയമൊന്നും ഇല്ല. സോഡിയവും കൊളസ്ട്രോളൊന്നും വരുന്ന സാധനമല്ല. നമ്മുടെ എണ്ണ കൂടുതൽ ഇടുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. വെറുതെ ഇതേ കണ്ടോ ഇതിൽ 2 ടീസ്പൂൺ ഒന്ന് പകുതി ചൂടായതിന് ശേഷം, അതായത് പകുതി ഒന്ന് വരണ്ട് വന്നതിന് ശേഷമേ നമ്മൾ 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുള്ളൂ കേട്ടോ. ഇപ്പോഴൊന്നും ഇടരുത്, ആദ്യം തുടക്കത്തിൽ ഇടാൻ പാടില്ല. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മുടെ സ്കിന്നിനും എല്ലാത്തിനും ഗുണമുള്ള സാധനമാണ് ഈ താമരയുടെ വിത്ത്. ഇതിനെ ഇവിടെ മക്കാന എന്നാണ് പറയുന്നത് കേട്ടോ. മക്കാന എന്നാണ് പറയുന്നത്. ഞങ്ങളിങ്ങനെ 3-4 പാക്കറ്റ് എൻ്റെ മോൻ മേടിച്ചുകൊണ്ട് വരും കേട്ടോ. അവർക്കൊക്കെ ഇഷ്ടമാണ്.
നല്ല സാധനമാണ്. ഇത് കഴിച്ചെന്നും പറഞ്ഞാൽ ആർക്കും ഷുഗറോ പ്രഷറോ ഒന്നും വരില്ല. ഹാർട്ട് സംബന്ധമായ ആൾക്കാർക്കും ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. ഇതുപോലെ നമ്മൾ വൈകുന്നേരം കുറച്ച് സ്നാക്സൊക്കെ ഉപയോഗിക്കുമല്ലോ. അപ്പോൾ എണ്ണയിലൊക്കെ വറുത്ത് പൊരിച്ചെടുക്കാറില്ലേ, അതിനേക്കാൾ നമ്മൾ ഇതുപോലെ വൈകുന്നേരം ചായ കുടിക്കുന്ന സമയത്ത് ഇതുപോലെ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞാൽ അത് നല്ലതാണ്. ഇതുകൊണ്ട് അതായത് താമര വിത്തിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഗർഭിണികളായ സ്ത്രീകൾ കഴിക്കുന്നത് നല്ലതാണ്. കുറേ കാര്യങ്ങൾ സ്കിന്നിനും ഒക്കെ നല്ലതാണ് കേട്ടോ. വയറിന് ദഹനം കിട്ടാൻ ഇത് നല്ലതാണ്. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ രാത്രി നല്ലവണ്ണം ഉറക്കം കിട്ടുമെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും നാട്ടിൽ കിട്ടുമെങ്കിൽ, നാട്ടിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല, നോർത്ത് ഇന്ത്യയിലും പുറത്തൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്, വിദേശത്തൊക്കെ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഇത് മേടിച്ച് പരീക്ഷിക്കുക. അപ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് നോക്കി, ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലൊക്കെയാണ് വെച്ചേക്കണത്. അപ്പോൾ ഇത് അത്ര ചൂടായില്ല. ഞാനൊന്ന് ചൂടായതിന് ശേഷം ഞാൻ കാണിച്ചുതരാം. ഇത് ഉണ്ടാക്കുന്ന ഫാർമേഴ്സ് ഉണ്ടല്ലോ, ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താൽ ചെയ്യുന്ന കേട്ടോ. വെള്ളത്തിൽ നിന്ന് താമരയുടെ ഇലകളുടെ അടിയിൽ നിന്ന് ഈ സീഡുകൾ പറിച്ച് അത് പുറത്ത് കൊണ്ടുവന്ന് ഉണക്കി അത് ഇതുപോലെ കുറേ ആൾക്കാർ ഇരുന്ന് വറുത്തെടുത്ത് ഇട്ട് അത് നമ്മുടെ പാക്കറ്റിലേക്ക് വരുമ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നു. ഇതൊരുവിധം അരഭാഗത്തിൽ കൂടുതൽ ചൂടായി. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്നറിയാമോ, 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. നിങ്ങൾ എത്രയാണോ മക്കാന ഇടുന്നത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്താലും മതി. ഞാനൊരു 2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. അതൊരു 1/4 ഭാഗം ഇതിലേക്ക് ആയതിന് ശേഷമാണ് ഇട്ട് കൊടുക്കാൻ കേട്ടോ, അല്ലാതെ ഇട്ട് കൊടുക്കരുത്. ഞാൻ ഇട്ട് കൊടുത്തു നെയ്യ്. എന്നിട്ട് നമ്മൾ വറുത്തു. 1 ടീസ്പൂൺ വേണമെന്നുള്ളവർക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇടുക. എന്നിട്ട് നമ്മൾ ഈ ബ്ലാക്ക് സോൾട്ട് ഉണ്ടല്ലോ, ഇത് കുറച്ച് ഇട്ട് കൊടുക്കുക. വേണ്ട അല്ലാത്തവർ, ഈ ഉപ്പില്ലാത്തവർക്ക് വേറെ ഉപ്പ് ഇടാം കേട്ടോ. അത് ഈ റോക്ക് സോൾട്ട് എന്നും പറഞ്ഞാൽ ടാറ്റയുടെ തന്നെ വരും കേട്ടോ. അപ്പോൾ അതിട്ട് അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഉള്ളത്. ചിലവരെന്ത് ചെയ്യുന്നറിയാമോ, ഇതിൽ കുറച്ച് മുളക് പൊടിയൊക്കെ വിതറും, ചിലവർ കുരുമുളക് വിതറും. ഞാനൊന്നും വിതറുന്നില്ല. ഇതാ എൻ്റെ പിള്ളേർക്ക് ഇഷ്ടം കേട്ടോ. ഇടയ്ക്കൊരു ഉപ്പ് ഒരു രുചിയും എല്ലാം. നമ്മൾ നെയ്യ് ഇട്ട് കൊടുത്തില്ലേ, എന്നിട്ട് ഇതൊന്ന് 1/4 ഭാഗം കൂടെ വറുക്കുക. അപ്പോൾ നെയ്യിടുന്നത് ആദ്യം വീണ്ടും ചെന്ന് നെയ്യിടരുത് കേട്ടോ. നെയ്യ് ഉപ്പൊക്കെ ഇടുന്നത് ഒരു അരഭാഗത്തിൽ കൂടുതൽ ഒരു ചൂടായതിന് ശേഷം. അപ്പോൾ ഇതായി കേട്ടോ. ആയോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഒരെണ്ണം എടുക്കുക. അതിൽ നിന്ന് എടുത്തിട്ട് കണ്ടോ, പൊടിയുന്നു കണ്ടോ. നേരത്തെ പൊടിയൂല കണ്ടോ, ഇപ്പോൾ ഇത് പൊടിയുന്നു. ഇത് കണ്ടോ, കണ്ടല്ലോ. ഇതാണ് ഇതിൻ്റെ പാകം കേട്ടോ. എന്നിട്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ കാണിച്ചു തരാം. ഉദാഹരണത്തിന് നമ്മളിത് വറുക്കാത്തതാണ്. ഇത് കണ്ടോ, ഇത് വറുക്കാത്തതാണ്. ഇത് കണ്ടോ, ഇത് വറുക്കാത്തതാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുള്ളൂ, പൊടിയൂല. കണ്ടില്ലേ? അപ്പം ഇതല്ല, ഇത് പച്ചയാണ് കേട്ടോ. വറുത്ത സാധനമാണെങ്കിൽ നമ്മളിത് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കണ്ടല്ലോ. അപ്പോൾ നമ്മളിത് സെർവ് ചെയ്യാം. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ചെയ്യണം കേട്ടോ. ചെയ്ത് നോക്കണേ. ഇത് ശരീരത്തിന് അത്യുത്തമമാണ്. നുണയല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തോളൂ. ഗൂഗിളിലല്ല, ഇവിടെ നോർത്ത് ഇന്ത്യൻകാർ ഒരുപാട് കറികളും ലഡ്ഡും ഒക്കെ ഉണ്ടാക്കും. നമ്മൾ ഈ കാഷ്യൂനട്ട്, ബദാം പരിപ്പ് ഇങ്ങനത്തെയൊക്കെ കഴിക്കുന്നില്ലേ, അതിനൊക്കെ അതുപോലെ അതുപോലത്തെ ഒരു ഉത്തമമായ സാധനമാണ്. അതായത് നമ്മുടെ നടുവേദനയും കൈകാല് മുട്ടുകാലിൻ്റെ വേദനയും എല്ലാം മാറും കേട്ടോ ഇത് കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് കണ്ടല്ലോ ഗൈസ്, ഞാൻ വറുത്തെടുത്തത്. എന്നിട്ട് നമ്മൾ ചായയും കൂടെ ഇട്ടിട്ട്, കട്ടൻ ചായയോ കോഫിയോ എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതിന് സമമാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഇത് ഡെയിലി കഴിച്ചു കഴിഞ്ഞാൽ മുട്ടുവേദനയും നടുവേദനയും ഒക്കെ, ഷുഗറൊക്കെ കുറയും, മുട്ടുവേദനയും നടുവേദനയും കുറയും. ഇത് സത്യമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക വീട്ടിൽ. ഇത് അവിടെ കിട്ടുമെങ്കിൽ വാങ്ങി ട്രൈ ചെയ്യുക. ഇത് വറുത്തത് അല്ലാത്തത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ
ഇത് വറുക്കാത്തത് കേട്ടോ. ഇത് കണ്ടല്ലോ, ഇത് വറുക്കാത്താണേ. ഇത് ഞാൻ കുക്ക് ചെയ്തതിന് ശേഷമുള്ളതാണ്. ഇത് കണ്ടല്ലോ. നല്ല സാധനമാണ്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. അപ്പം നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ.